സൗദി അറേബ്യയിൽ ഹൗസ് ഡ്രൈവേഴ്സ് ഉൾപ്പെടെയുള്ള ഗാർഹിക തൊഴിലാളികളുടെ കരാർ വ്യവസ്ഥകളിൽ മന്ത്രാലയം സുപ്രധാന മാറ്റം വരുത്തി. ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന തൊഴിലാളികളുടെ കരാർ അവസാനിപ്പിക്കാൻ തൊഴിൽ മന്ത്രാലയത്തിന്റെ പ്ലാറ്റ്ഫോം വഴി പുതിയ സേവനങ്ങൾ ആരംഭിച്ചു. ഈ സംവിധാനം വഴി പദവി ശരിയാക്കാൻ 60 ദിവസത്തെ സാവകാശമാണ് അനുവദിച്ചിരിക്കുന്നത്. മലയാളികൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് പ്രവാസികളെ ഇത് ബാധിക്കും. സൗദി മാനവ വിഭവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയമാണ് ഗാർഹിക തൊഴിലാളികൾക്കായി ഇന്തിഖാഗ് അനിൽ അമൽ അഥവാ ജോലിയിൽ നിന്നുള്ള വിട്ടുനിൽക്കൽ എന്ന പുതിയ സേവനം ആരംഭിച്ചത്. ഹൌസ് ഡ്രൈവർമാർ, വീട്ടുവേലക്കാർ തുടങ്ങി ഗാർഹിക വിസയിലുള്ള മുഴുവൻ തൊഴിലാളികൾക്കും ഈ നിയമം ബാധകമാണ്. തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധം സുതാര്യമാക്കുന്നതിനും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുമായാണ് മുസാനിദ് വഴി ഈ സേവനം ലഭ്യമാക്കുന്നത്. പുതിയ നിയമപ്രകാരം ഒരു ഗാർഹിക തൊഴിലാളി ജോലിയിൽ നിന്ന് വിട്ടുനിന്നാൽ തൊഴിലുടമക്ക് മുസാനിദ് വഴി കരാർ അവസാനിപ്പിക്കാം. സൗദിയിലെത്തി 2 വർഷം തികയാത്ത തൊഴിലാളിയാണെങ്കിൽ കരാർ റദ്ദാക്കി 60 ദിവസത്തിനുള്ളിൽ നിർബന്ധമായും ഫൈനൽ എക്സിറ്റിൽ രാജ്യം വിടണം. നിശ്ചിത സമയത്തിനുള്ളിൽ മടങ്ങാത്ത പക്ഷം ഇവരെ ഇഖാമ തൊഴിൽ നിയമലംഘകരായി കണക്കാക്കും. സൗദിയിൽ 2 വർഷത്തിൽ കൂടുതലായ തൊഴിലാളികൾക്ക് പുതിയ നിയമം ആശ്വാസകരമായ മാറ്റങ്ങളും നൽകുന്നുണ്ട്. ഇത്തരക്കാർ ജോലിയിൽ നിന്ന് വിട്ടുനിന്നാൽ 60 ദിവസത്തിനുള്ളിൽ ഒന്നുകിൽ രാജ്യം വിടണം, അല്ലെങ്കിൽ പുതിയൊരു ജോലി കണ്ടെത്തി സ്പോൺസർഷിപ്പ് മാറണം. ഈ സമയപരിധിക്കുള്ളിൽ പദവി ശരിയാക്കാത്ത പക്ഷം ഇവർ നിയമവിരുദ്ധമായി രാജ്യത്ത് കഴിയുന്നതായി കണക്കാക്കപ്പെടുകയും നിയമ നടപടികൾ നേരിടേണ്ടി വരികയും ചെയ്യും. റിക്രൂട്ട്മെന്റ് മേഖലയിലെ നടപടികൾ കൂടുതൽ സുതാര്യമാക്കാനും തൊഴിൽ മാറ്റം സുഗമമാക്കാനും ലക്ഷ്യമിട്ടാണ് മന്ത്രാലയത്തിന്റെ ഈ നടപടി. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.